+1 റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളാണ്. അതിൽപ്പെട്ട പ്രധാന ഒരു സംശയമാണ്, ഞാൻ തോറ്റോ ഞാൻ ജയിച്ചോ? ഞാൻ ജയിക്കാൻ എനിക്ക് എത്ര മാർക്ക് വേണം? ഞാൻ തോൽക്കാൻ എനിക്ക് എത്ര മാർക്കിൽ കുറവാണ് കിട്ടേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്ന കാര്യം, +1 എക്സാമിന് ആരും ഒഫീഷ്യലി തോൽക്കില്ല. നിങ്ങൾ ആരും തോറ്റിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിലുണ്ടാവും എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് നോക്കാം. പക്ഷേ +1 റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസിനോ നോൺ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസിനോ ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് +1 റിസൾട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തോറ്റോ ജയിച്ചോ എന്ന് പറയില്ല. നിങ്ങളുടെ റിസൾട്ടിലും അത് കാണിക്കില്ല. റിസൾട്ട് തോറ്റോ ജയിച്ചോ എന്നുള്ളത് മാത്രമല്ല, ഗ്രേഡും കാണിക്കില്ല. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ തോറ്റോ ജയിച്ചോ എന്നുള്ളത് അറിയുക? അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, +1 നിങ്ങൾ തോൽക്കില്ല. അപ്പോൾ തോൽവി നിങ്ങൾ ഉറപ്പിക്കണമെങ്കിൽ, അതായത് തോൽക്കണം എന്ന് അത്ര ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, തോൽവി ഉറപ്പിക്കണം എന്നുള്ളവർ, അവർ തോൽക്കാൻ പോകുന്നത് +2 മാർക്കും കൂടി വന്നതിന് ശേഷമായിരിക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ +1 +2 മാർക്ക് കൂട്ടിയിട്ട് ഔട്ട് ഓഫ് 200 ആണ് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും വരിക. 200ൻ്റെ 30% മാർക്കാണ് നിങ്ങൾ ആക്ച്വലി സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ 200ൻ്റെ 30% മാർക്ക് അതിൽ തന്നെ നിങ്ങൾ എഴുതിയിട്ട് 30% മാർക്ക് വാങ്ങണം. 200ൻ്റെ 30% മാർക്ക് മാത്രം വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ എഴുതിയിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും 30% മാർക്ക് വാങ്ങണം. അപ്പോഴായിരിക്കും നിങ്ങൾ ആക്ച്വലി പാസ്സാകാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ +1 60 മാർക്കിൻ്റെ ഒരു എക്സാമിന് ഒരാൾക്ക് 18 കിട്ടിയാൽ അയാൾ പാസ്സാവുമോ എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, +1 നിങ്ങൾ പാസ്സാകുക ഫെയിലാകുക എന്നുള്ള സിസ്റ്റം ഇല്ല. +2 മാർക്ക് കൂടിയും കൂട്ടിയിട്ട് നിങ്ങളുടെ ടോട്ടൽ TE എഴുതിയ മാർക്കിൽ നിങ്ങൾ ആ ടോട്ടൽ ടിയുടെ 30% ആൻഡ് എബോവ് വാങ്ങുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കുക, +1 ആരും തോൽക്കുന്നില്ല. +2 എക്സാം കൂടിയും കഴിഞ്ഞിട്ട് അതിൻ്റെ മാർക്ക് കൂടിയും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ തോൽവിയും ജയവും ഉറപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ആൾക്കാരും പറയുന്നത്, +1 തന്നെ പാസ്സാകാനുള്ള മാർക്ക് ഉണ്ടാക്കിയെടുക്കാം, ഡബിൾ പാസ് മാർക്ക് നേടിയെടുക്കാം എന്നുള്ളതൊക്കെ. 60-ലാണെങ്കിൽ നിങ്ങൾ 2 വർഷം കൊണ്ട്, അതായത് ഇപ്പോൾ നിങ്ങൾ 60-ൽ എഴുതുന്ന എക്സാം ആണെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങൾ എഴുതിയിട്ട് 36 മാർക്ക് വാങ്ങണം. എഴുതിയിട്ട് 36 മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും. കാരണം ഇത്തവണ 60-ൻ്റെ 30% 18, അടുത്ത തവണ 60-ൻ്റെ 30% 18, 18 18 36. ആ 36 ഇത്തവണ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ പാസ്സായി. ഓക്കെ, അതായത് നിങ്ങൾ പാസ്സായി, അതാണ് അർത്ഥം. അടുത്ത വർഷത്തേക്ക് നിങ്ങൾ എക്സാം എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ പാസ്സായി. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക, +1 ആരും തോൽക്കുന്നില്ല. +2 റിസൾട്ട് കൂടി വന്നതിന് ശേഷമേ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, തോൽവിയും ചെയ്യും പറയാൻ പറ്റും. ഓക്കെ.